അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ വയ്യ. എങ്ങോട്ട് പോകും എന്നുള്ള ദീർഘനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് വാഗമൺ. പക്ഷെ വാഗമൺ എത്തിപ്പോകാനൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം വാഗമൺ അങ്ങ് എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങാൻ നേരം എന്താണേലും നേരം വൈകും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് പോകുന്നത് ബൈക്കിലും കൂടെയാണ്. ബൈക്കിൽ പോകുന്നത് കൊണ്ട് തന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്, മഴക്കോട്ടൊക്കെ ആയിട്ടേ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വൈബ് കൂടെ പിടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ മുട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. റോഡിലൂടെ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് അവിടെ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ചാറ്റൽ മഴ അടിച്ചപ്പോഴത്തേക്കും വിചാരിച്ച് മഴ പെയ്യാനുള്ള ലക്ഷണമാണെന്ന്. പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴ കഴിഞ്ഞ് അപ്പം തന്നെ തെളിഞ്ഞായിരുന്നു കേട്ടോ. ഓവറോൾ ഈ ഒരു സംഭവം അകലെ നിന്നിങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇതായിരിക്കാം, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ 2 ദിവസമായിട്ട് അത്യാവശ്യം നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരുന്നു. ഞങ്ങൾ ഈ പോകുന്ന റോഡ് മുട്ടം മൂലമറ്റം റോഡാണ് കേട്ടോ. ഇതിലെയാണ് നമ്മൾ വാഗമണിലേക്ക് പോകുന്നത്. ഈ വഴികൾ ഫുള്ള് നല്ല ഹരിതാപവും പച്ചപ്പുമാണ് ഗൈസ്. അകലെയുള്ള മലനിരകൾ, തോട്, പുഴ, പച്ചപ്പ്, ഇതൊക്കെ ഈ വഴി കൂടെ പോയാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമേ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വാഗമണിലേക്ക് തിരിഞ്ഞ് കയറി പോകുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നേ. ഇതിനു മുന്നേ വാഗമണിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ജൂൺ മഴക്കാലം മാസങ്ങളിലൊന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെയങ്ങ് പോയിട്ടില്ല എന്ന് തീർത്തും പറയാനും പറ്റത്തില്ല. കാരണം ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറുപ്പത്തിലെ ആ സമയത്തൊക്കെ പപ്പ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് കണ്ട കാഴ്ചകൾ ഇന്ന് കാണുന്ന കാഴ്ചകളും ഡിഫറെൻ്റ് ആണല്ലോ. അന്ന് കണ്ട എല്ലാ കാഴ്ചകളൊന്നും നമ്മൾ അങ്ങനെ ഓർത്തിരിക്കത്തൊന്നുമില്ലല്ലോ. ഈ വെള്ളം ഒഴുകി വരുന്നത് അങ്ങ് മുകളിലുള്ള മലനിരകളിൽ നിന്നാണേ. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇതിൻ്റെ അടിയിലൊന്ന് പോയി നിൽക്കാമെന്ന്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ. പക്ഷെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വെർഷൻ അവിടെ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. എൻ്റെ ഈ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഞാൻ വെള്ളമൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണെന്ന്. വലിയ തോടുകളും പുഴകളും പിന്നെന്താ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ചുറ്റുമുള്ള പ്രദേശത്ത് ജനിച്ച് വളർന്ന ആളാണ് കേട്ടോ ഞാൻ. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വെള്ളച്ചാട്ടമോ വെള്ളമൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ പോലെ ഞാനിങ്ങനെ പെരുമാറും. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും തോന്നുന്നു അല്ലേ. ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച മാതിരിയുള്ള തണുപ്പുണ്ടായിരുന്നു ഈ വെള്ളത്തിന്. അങ്ങ് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ അവിടെ പോയി നിന്ന് കുറേ നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഞാൻ ഈ വെള്ളത്തിൽ ചാടിയിട്ട് പോയി മൊത്തം നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എങ്കിലും സാരമില്ല, ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ. അങ്ങനെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പോരാൻ തുടങ്ങുവാണ്. അവിടെ തന്നെ നിന്നാൽ അങ്ങനെ ശരിയാവത്തില്ലല്ലോ, ഇനിയും കാഴ്ചകൾ കുറേ കാണാൻ കിടക്കുമല്ലേ. അങ്ങനെ നേരെ നമ്മൾ പോയത് ഈ ഒരു വ്യൂ പോയിന്റിലേക്കായിരുന്നു. ഇവിടെ നിൽക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. ഞങ്ങളെ കൂടാതെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നേ. ഇവിടെ നിന്നാൽ ലോകം മൊത്തം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലേ, അതുപോലെയായിരുന്നേ. പക്ഷെ ഇതിനേക്കാൾ മേലോട്ട് കയറി ചെല്ലുമ്പോൾ ഇതിലും ഭംഗിയുള്ള കാഴ്ചകളും ഉണ്ട്. ഈ ഒരു സമയത്ത് ചെറിയൊരു തണുത്ത കാറ്റും പിന്നെ ആ ഒരു വ്യൂവും മലകളുടെ മേലെ മേഘങ്ങൾ ഇങ്ങനെ വന്നിറങ്ങുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിൽക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. പിന്നെ തണുപ്പത്തൊരു ഐസ്ക്രീം മസ്റ്റാണല്ലോ, അതുകൊണ്ട് ഒരു ഐസ്ക്രീമും കഴിച്ചു. ഞാനേ കഴിച്ചുള്ളൂ, ഉച്ചയും കഴിച്ചില്ല. ഐസ്ക്രീം തീരുന്നോടം വരെ അതൊക്കെ കണ്ട് അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. വാഗമൺ എത്തി അങ്ങ് പോകുന്നില്ലെങ്കിലും കുറച്ചുകൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് ഞങ്ങൾ കരുതി കേട്ടോ. പിന്നെ വലിയ പ്രോ റൈഡറും അല്ല, ലൈസൻസും ഇല്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കി കേട്ടോ ഞാൻ വണ്ടി. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നതനുസരിച്ച് മഴക്കാർ മൂടിയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഈ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട വെയിറ്റിങ്. കയറുന്നതനുസരിച്ച് മഴക്കാർ കൂടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനം. ഓരോരുത്തർ ഓഫ് റൈഡ് വന്ന് മലമുകളിൽ വണ്ടിയായിട്ട് കയറി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. മഴക്കാർ വന്നപ്പോൾ തണുപ്പ് കുറച്ചുകൂടെ കൂടി. ഓൾറെഡി തണുപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ മഴക്കാറും കൂടെ ആയപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ തണുപ്പായി. പിന്നെ വാഗമണ്ണ്, മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും തേയില ആയതുകൊണ്ട് നമുക്ക് കുറേ തേയിലത്തോട്ടം കാണാം കേട്ടോ. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ വ്യൂ പോയിന്റ്സ് ഒക്കെ മാറി ഫുള്ള് തേയിലത്തോട്ടങ്ങളാണേ. അകലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അടുക്കി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു പോയേക്കാന്ന്. അപ്പം ദാണ്ടടാ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി. ഇൻകോട്ടൊക്കെ ഇട്ട് ആ മഴ അങ്ങ് നനഞ്ഞപ്പം മനസ്സിന് എന്തെന്നില്ലാത്ത നിർവൃതിയായിരുന്നേ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മൊമെൻ്റ് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫോണൊക്കെ എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീഡിയോ എടുക്കാൻ. അപ്പം നോക്കുമ്പോൾ ദാണ്ടടാ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മലമുകളിൽ. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ യാത്ര തുടർന്നു.
അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ കുറേ ടൂറിസ്റ്റ് ചേട്ടന്മാർ റോട്ടിൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസ് കളിയും പാട്ടും ആഘോഷമായിരുന്നേ. അവർക്കും കുറച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര തുടരുവാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു കോഫി ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കടുപ്പത്തിലൊരു കോഫിയും കുടിച്ചു. ആക്ച്വലി ഞങ്ങൾ ഈ കോട കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ അതിൻ്റെ കൂടെ കോഫിയും കുടിച്ചു. അപ്പോഴേക്കും കോട വന്ന് നന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ വണ്ടി പോകുമ്പോഴത്തെ ഒരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഏതാണേലും ഇതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങോട്ട് ഈ സമയത്ത് വന്നത്. അതൊക്കെ കിട്ടുകയും ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെപ്പോലെ തന്നെ കോട കണ്ട് മാത്രം അവിടെ ഇറങ്ങിയ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കോഫി ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അധികം നേരം നമ്മൾ അവിടെ നിന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. കാരണം നമ്മൾ ഇത്ര നേരമായിട്ടും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കുക, അതായിരുന്നു ലക്ഷ്യം. പിന്നെ താഴേക്ക് ഇറങ്ങുന്നതനുസരിച്ച് വെയിൽ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കോടയൊക്കെ അങ്ങ് മറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാഗമണ്ണിന് പോവുകയാണെങ്കിൽ നേരത്തെ പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങ് വാഗമണ്ണിൻ്റെ അങ്ങ് അറ്റം വരെ എത്താം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിസോർട്ടിലൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ സ്റ്റേ ബാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ഇനി മഴക്കാലം ആയതുകൊണ്ട് വാഗമണ്ണിലൊക്കെ മണ്ണിടിച്ചിലിൻ്റെ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ലേറ്റ് ആക്കാതെ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ എത്തി. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. എന്താണേലും ഫുഡ് മിസ്സായതല്ലേ, ഒരു മന്തി അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആഘോഷമായിട്ട് തൊടുപുഴ വന്നൊരു അൽഫാം മന്തി ഓർഡർ ചെയ്ത് അതങ്ങ് അകത്താക്കി. പിന്നെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ കാണാം. ബായ്.